കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ റിപ്പോർട്ടറിലൂടെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് നിർണായകമായത്. കേസിൽ 8ാം പ്രതി നടൻ ദിലീപിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. കൃത്യം നടത്തിയ പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വസതിയിലെത്തിയതിന്റെ പ്രധാന സാക്ഷി കൂടിയാണ് ബാലചന്ദ്രകുമാർ. 5 നാൾക്കപ്പുറം കേസിൽ വിധി പറയുമ്പോൾ ഇത് കേൾക്കാൻ പക്ഷേ ബാലചന്ദ്രകുമാർ നമുക്കൊപ്പമില്ല. ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നത് ബാലചന്ദ്രകുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തലോടുകൂടിയാണ്. അവൾക്കൊപ്പം ഇനി 5 നാൾ. ഡിസംബർ 25 കേരളം ഞെട്ടിയ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുരുക്കുന്ന നിർണായക തെളിവുകളാണ് ബാലചന്ദ്രകുമാറിലൂടെ പുറത്തെത്തിയത്. പ്രോസിക്യൂഷന് ആദ്യഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ കച്ചിത്തുരുമ്പായിരുന്നു. പിന്നീട് കേസിലെ മുഖ്യസാക്ഷിയായി മാറി. ഡിസംബറിൽ ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മസരോവരത്തിൽ പൾസർ സുനിയെ താൻ കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. അവിടെ നിന്നും സുനി പണവുമായാണ് മടങ്ങിയതെന്നും റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. പുള്ളിയുടെ വീട് പാലുകാച്ചിന്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത്. സിനിമയുടെ ചർച്ചകൾക്കായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ പുള്ളി തോളത്ത് കൈയിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പുള്ളി ഒരാളിന്റെ ഷോൾഡറിൽ കൈയിട്ടാൽ അത് അടുപ്പമില്ലെങ്കിൽ കൈയിടില്ല. അപ്പൊ സുനി എന്ന് പറഞ്ഞ ഉടനെ അനൂപ് തിരുത്തി പറഞ്ഞു തന്നു, ഇവനെ സുനി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, ഇവനെ പൾസർ സുനി എന്ന് പറഞ്ഞാൽ അറിയും. അനൂപ് തന്നെ തമാശ രൂപേണ പറയുന്നുണ്ട്, എടാ നീ കാശം വെച്ചോണ്ട് ബസ്സിലൊന്നും പോരുതേ, വല്ലവനും അടിച്ചോണ്ട് പോകും. ഈ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന തെളിവുകളും ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറിയിരുന്നു. കോടതിക്കകത്തും പുറത്തും പൾസർ സുനിയെ തനിക്കറിയില്ലെന്നായിരുന്നു 8ാം പ്രതി ദിലീപിന്റെ വാദം. വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവന്നതോടെ ദിലീപിന്റെ ഈ വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് കേരളം കണ്ടത്. പീഡന ദൃശ്യങ്ങൾ 8ാം പ്രതി ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ കൈമാറിയതും ബാലചന്ദ്രകുമാർ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ ദിലീപും സംഘവും ശ്രമിച്ചെന്ന് വ്യക്തമായതും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 3-ാം തീയതി പുള്ളി ജാമ്യത്തിലിറങ്ങി. നവംബർ മാസം 15-ാം തീയതി പുള്ളിയുടെ വീട്ടിൽ ആ വീഡിയോ എത്തുന്നു. അന്നേ ദിവസം കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതായത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കൈകളിൽ ദൃശ്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എത്തി. കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിനെ 49 ദിവസമാണ് വിസ്തരിച്ചത്. സാക്ഷിമൊഴികളുടെ വിശ്വാസ്യത തകർക്കാൻ വ്യാജ പീഡന പരാതി വരെ ഉയർന്നിട്ടും തളരാതെ മുന്നോട്ടു പോയി. വൃക്കരോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോഴും ബാലചന്ദ്രകുമാർ ആഗ്രഹിച്ചത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് മാത്രം. എട്ടര വർഷത്തിനു ശേഷം നടിയാക്രമിച്ച കേസിന്റെ വിധി ദിനം വന്നെത്തുമ്പോൾ ബാലചന്ദ്രകുമാർ നമുക്കൊപ്പമില്ല. നിശ്ചയദാർഢ്യത്തോടെ അതിജീവിതയ്ക്ക് വേണ്ടി നീതിക്കായി പോരാട്ടം നടത്തിയ ബാലചന്ദ്രകുമാറിനെ ഈ ഘട്ടത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അവൾക്കൊപ്പം കേരളത്തിനൊപ്പം ഈ വിധി കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർ. കേസിന്റെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളിലും അവൾക്കൊപ്പം നിലയുറപ്പിച്ച് തെളിവുകൾ കോടതി സമക്ഷം പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ. അതിനെതിരെ റിപ്പോർട്ടറിനെതിരെ നടത്തിയ പടയൊരുക്കം നിങ്ങൾ കണ്ടതാണ്. എത്രയെത്ര കേസുകൾ, എത്രയെത്ര ആരോപണങ്ങളാണ് റിപ്പോർട്ടറിനെതിരെ ആ ഘട്ടങ്ങളിലെല്ലാം അന്ന് 8ാമത്തെ പ്രതിയായിരുന്ന ദിലീപിന്റെ നേതൃത്വത്തിലും ദിലീപ് അനുകൂലികളും നടത്തിയത്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴികളാണ്. ആ മൊഴികൾ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അന്ന് റോഷിയാണ് ബാലചന്ദ്രകുമാറുമായി സംസാരിച്ചത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായതും വഴിത്തിരിവായതും ബാലചന്ദ്രകുമാറുമായി അന്ന് റോഷി നടത്തിയ സംഭാഷണമായിരുന്നില്ലേ? അരുൺകുമാർ, നടിയാക്രമിച്ച കേസിൽ വഴിത്തിരിവായത് തന്നെ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവാണ്.
ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, ബാലചന്ദ്രകുമാറിലൂടെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെയുണ്ട്. അത് ദിലീപ് എന്ന കേസിലെ 8ാം പ്രതിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. കോടതിക്കകത്തും പുറത്തും ദിലീപ് എല്ലാ ഘട്ടത്തിലും പറഞ്ഞത് പൾസർ സുനിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നായിരുന്നു. നേരത്തെ തൃശ്ശൂരിലെ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച വാസുദേവൻ എന്ന അവിടെ ടെന്നീസ് ക്ലബിന്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തി പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത് പൾസർ സുനിയും ഒപ്പം ദിലീപും അവിടെ മാറി നിന്ന് സംസാരിക്കുന്നത് താൻ കണ്ടിരുന്നു എന്നാണ്. പക്ഷേ കോടതിക്കകത്ത് എത്തുമ്പോൾ ആ മൊഴി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലേക്ക് വാസുദേവൻ മാറി. ഒപ്പം തന്നെ രഞ്ജിമാറിന്റെ പ്രധാനപ്പെട്ട മൊഴിയുണ്ട്. രഞ്ജിമാർ താമസിച്ചിരുന്നത് ആലുവയിൽ ദിലീപിന്റെ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു. ദിലീപിന്റെ വീട്ടിന് തൊട്ടടുത്ത് പലപ്പോഴായി പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ രഞ്ജിമാറിന്റെ മൊഴി. ആ മൊഴിക്ക് സമാനമായ രീതിയിലാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. മാത്രവുമല്ല, ഈ പീഡന ദൃശ്യങ്ങൾ 8ാം പ്രതിയുടെ കൈവശമുണ്ടെന്ന് കോടതിയിൽ ബോധ്യമാകുന്ന തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന തെളിവുകൾക്ക് തുടക്കമിടുന്നത് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ്. പിന്നീട് ദിലീപിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ കൂടുതൽ ഇത് സംബന്ധിച്ച തെളിവുകളടക്കം ലഭിച്ചു. ബാലചന്ദ്രകുമാർ കഴിഞ്ഞ വർഷം ഡിസംബർ 13-നാണ് അന്തരിച്ചത്. കൃത്യമായി കോടതി നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് 2 വൃക്കകളും നിശ്ചലമായിട്ടും നിരന്തരം ഡയാലിസിസിന് വിധേയമായി ഒടുവിൽ ബാലചന്ദ്രകുമാർ വിട്ടുപിരിഞ്ഞത്. താങ്ക് യു റോഷി. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നിർണായകമായ ആ വിധിക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ചു പോയ കേസാണ്. ഇന്ത്യ ആകെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത കേസ്, അതും ഒരു താരം തന്റെ സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ വേണ്ടി ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത കേസ് എന്ന നിലയിൽ നമ്മൾ കേട്ടതാണ്. 85 ദിവസമാണ് ദിലീപ് ജയിലിൽ കിടന്നത്. നമ്മൾ കാത്തിരിക്കുന്നു വിധിക്ക് വേണ്ടി.